നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എല്ലാ മനുഷ്യനും അവരുടെ പാപത്തെക്കുറിച്ച് ബോധമുണ്ട്. ആ ബോധം ചിലരെ വീണ്ടും തെറ്റിലേക്ക് നടത്തുന്നു. അവർ പോലും അറിയാതെ അവർ തെറ്റിന്റെ കുഴിയിലേക്ക് ആഴ്ന്നു പോകുന്നു. ചിലർ ഏറ്റുപറയുന്നു. അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അവർ ഏറ്റുപറയുന്നു എന്ന് പറഞ്ഞാൽ ചെയ്ത പാപങ്ങളിൽ നിന്ന് അവർ മനസ്സിന് ഒരു നിർമ്മലത വരുത്തുന്നു, സ്വസ്ഥത വരുത്തുന്നു. എന്നാൽ ആ പാപം വീണ്ടും അവരെ ആക്രമിക്കുമ്പോൾ അവർ വീണ്ടും തെറ്റ് ചെയ്യുന്നു, വീണ്ടും ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പാപങ്ങളെ യേശു കർത്താവ് കഴുകിക്കളഞ്ഞു. യേശുവിന്റെ രക്തത്താൽ നിങ്ങൾക്ക് മോചനമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ ക്ഷമിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഇനി വീണ്ടും നിങ്ങൾ പാപം ചെയ്താലോ? വിശ്വാസികളോട് പറയുകയാണ്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. അത്ര ആശ്വാസകരമാണ്. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. വീണുപോയെങ്കിൽ വീണ്ടും എഴുന്നേൽക്കുക. അവിടെ കിടക്കുന്നതിനേക്കാൾ, മൃഗങ്ങൾക്ക് പക്ഷികൾക്ക് ഇരയാകുന്നതിനേക്കാൾ നിങ്ങൾ എഴുന്നേറ്റ് നടക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട. കർത്താവ് എന്ത് വിചാരിക്കുന്നു? ഞാനോ എളിയവനും ദരിദ്രനുമാണ്, എങ്കിലും കർത്താവ് എന്നെ വിചാരിക്കുന്നു. കർത്താവ് നിങ്ങളെ വിചാരിക്കുന്നു. കാരണം ഞാൻ അവന്റെ സൃഷ്ടിയാണ്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല. അതിന്റെ അർത്ഥം മറ്റുള്ളവർ നിരസിക്കും. നമ്മുടെ അരിഷ്ടത കണ്ടാൽ വെറുപ്പില്ല. മറ്റുള്ളവർ വെറുക്കും. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കയത്രേ ചെയ്തത്. ഒരരിഷ്ടനെ, വെറുക്കപ്പെട്ടവനെ വേറെ ആരും കേൾക്കുകയില്ല, വിളിച്ചാൽ ഫോണെടുക്കുകയില്ല, സഹായിക്കാൻ അവർ വരികയില്ല. പക്ഷെ കർത്താവ് വരും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പിടിച്ച് കയറ്റും, പാറമേൽ നിർത്തും, വായിൽ പുതിയൊരു പാട്ട് തരും. ആ പാട്ട് കേട്ട് പലരും ഭയപ്പെടും. അവർ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടും. അവർ നീതിമാന്മാരാകും. അതാണ് റോമാലേഖനം 6 പറയുന്നത്. നിങ്ങൾ പാപം ചെയ്തു ശരിയാണ്, പാപം നിങ്ങളുടെ അകത്തുണ്ട് ശരിയാണ്, എങ്കിലും ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് പോകാം. യേശു രക്ഷകൻ. നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, നമ്മൾ നാവ് കൊണ്ട് ഏറ്റുപറഞ്ഞു, അവൻ നമ്മുടെ കർത്താവ്, നമ്മൾ രക്ഷിക്കപ്പെട്ടു, അവൻ നമുക്ക് വേണ്ടി മരിച്ചു, ആ മരണത്തിൽ ഞാൻ പങ്കാളിയാണ്. എങ്ങനെയാണ് അവിടെ പങ്കാളിയാകുന്നത്? യേശു കർത്താവ് മരിച്ചു, ക്രൂശിൽ മരിച്ചു, ഞാൻ വിശ്വസിക്കുന്നു, അവൻ്റെ കൂടെ ഞാനും മരിച്ചു. ഇത്തിരി പ്രയാസമാണ്, പക്ഷെ എളുപ്പമുള്ളൊരു കാര്യമുണ്ട്. എന്താണ്? അവൻ മരിച്ചത് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. ആ പാപങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ പാപമുണ്ട്. അങ്ങനെ ഞാൻ പങ്കാളിയായി. അപ്പോൾ അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി. എനിക്ക് വേണ്ടി കൂടിയാണ് കർത്താവ് മരിച്ചത്. അവൻ്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാണ്. യഹൂദന്മാർ പറഞ്ഞു, ക്രൂശിക്കുന്ന സമയത്ത് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ. ആ അർത്ഥത്തിലല്ല ഇവിടെ. നമ്മൾ രക്ഷയ്ക്കായി അവൻ്റെ അടുത്ത് വരികയാണ്. അവനെ തള്ളിപ്പറയുകയല്ല, നമ്മൾ അവനെ ഏറ്റുപറയുകയാണ്. കർത്താവേ, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത്, നിന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയാണ്. റോമാലേഖനം 5 നമ്മൾ കാണുന്നത് പാപം പെരുകിയെടുത്ത് കൃപ അധികം പെരുകി. പാപം പെരുകാനുള്ള കാര്യവും റോമാലേഖനം 5 പറയുന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും പാപം ഉണ്ടായിരുന്നു, അവർ പാപം ചെയ്തിരുന്നു. എങ്കിലും ന്യായപ്രമാണം ഇല്ലായിരുന്നപ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. ന്യായപ്രമാണം വന്നപ്പോൾ പാപമില്ല അക്കൗണ്ടബിളായി എണ്ണപ്പെടാൻ തുടങ്ങി. രണ്ടാമത് പാപം ചെയ്യരുതെന്ന് പറഞ്ഞത് കൊണ്ട് പാപം ചെയ്യാനുള്ള ആ ഒരു ടെംപ്റ്റേഷൻ കൂടെ വന്നു. അങ്ങനെ ശരിക്ക് കൽപ്പനയാൽ പാപം എന്നെ ചതിച്ചു, ഞാൻ മഹാപാപിയായി തീർന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. പാപം പെരുകിയെടുത്ത് കൃപ പെരുകിയത് എങ്ങനെയാണ്? യേശു കർത്താവിൻ്റെ അടുത്ത് പാവനിയായൊരു സ്ത്രീ വന്നു. അവൾ കണ്ണുനീര് കൊണ്ട് ആ കാല് കഴുകി, തലമുടി കൊണ്ട് അത് തുടച്ചു. അവനെ വിരുന്നിന് വിളിച്ച ആ മനുഷ്യൻ യേശുവിനെ ഞാനെന്തോ ചെയ്യുന്നു എന്നുള്ള ഭാവത്തിൽ അവിടെ കാലിന്മേൽ കാല് കയറ്റിയിരുന്നു. ഞാൻ നിനക്ക് വേണ്ടി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു, നീ കഴിച്ചിട്ട് പൊക്കോ എന്നുള്ള ചിന്തയിലിരിക്കുമ്പോൾ യേശു അവനോട് ചോദിക്കണം, എടാ, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എൻ്റെ കാലിന് വെള്ളം തന്നോ എന്ന് പറഞ്ഞാൽ നീ എന്നെ ബഹുമാനിച്ചോ? ഇല്ല. കാരണം എൻ്റെ ആവശ്യം നിനക്കില്ല. നീ എനിക്ക് ചുംബനം തന്നില്ല, കാരണം എൻ്റെ സ്നേഹം നിനക്ക് ആവശ്യമില്ല. ഈ സ്ത്രീയെ നീ കാണുന്നു, അവൾ കണ്ണീര് കൊണ്ട് എൻ്റെ കാല് കഴുകി, അവളുടെ തലമുടി കൊണ്ട് തുടച്ചു, അവള് എൻ്റെ കാലിൽ തൈലം പൂശി ചുംബിച്ചു. അതുകൊണ്ട് നിരവധിയായ അവളുടെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. ഒരുവൻ 500 രൂപ കടപ്പെട്ടിരിക്കുന്നു, ഒരുത്തൻ 5 ലക്ഷം കടപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരുടെയും കട അളച്ചു കൊടുത്തു. ആര് കൂടുതൽ സ്നേഹിക്കും? 5 ലക്ഷം ഇളച്ചു കിട്ടിയവൻ. അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, അതാണ് ഇവിടെ സംഭവിച്ചത്. അധികം മോചിച്ച് കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു.
പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. അതുകൊണ്ട് ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ. യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ എന്ന് പറഞ്ഞാൽ അവൻ ശലോമോനേക്കാൾ വലിയവൻ. അവൻ ഏലിയാവിനേക്കാളും എലീശയെക്കാളും ഹാനോക്കിനേക്കാളും ഹാബേലിനേക്കാളും വലിയവൻ. അവൻ അബ്രഹാമിനേക്കാളും ഇസ്ഹാക്കിനേക്കാളും യാക്കോബിനേക്കാളും വലിയവൻ. പഴയ നിയമത്തിലെ എല്ലാ ഹീറോകളെക്കാളും എല്ലാ ലെജൻസിനേക്കാളും വലിയവൻ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. കാരണം അവന് യേശു കർത്താവ് പ്രാണപ്രിയൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു. സ്നേഹത്തിന്റെ മുമ്പിൽ ന്യായാധിപന്റെ കയ്യിലെ ത്രാസ് അത് അത്ഭുതം സൃഷ്ടിക്കും. തെറ്റോ ശരിയോ എന്ന് അളക്കുന്ന ആ ത്രാസ് വെയിങ് മെഷീൻ അത് അത്ഭുതപ്പെട്ടു പോകും. സ്നേഹം സകല ലംഘനങ്ങളെയും മൂടുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പാപം ചെയ്യാമോ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. എന്തുകൊണ്ട്? പാപം സംബന്ധിച്ചാണ് നാം മരിച്ചത്. പാപം സംബന്ധിച്ച് മരിച്ച നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി. മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായി എന്നുള്ള വാക്കാണ് ഇമ്പോർട്ടൻ്റ്. ഇതൊറ്റ ദിവസം കൊണ്ട് നടക്കുന്നതല്ല, അത് ക്രമേണയാണ് നടക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് വന്നവൻ ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ആത്മീയ പക്വതയ്ക്ക്, പാപത്തിൽ നിന്നുള്ള വിടുതലിന് ഒരു ടൈം പീരീഡ് ഉണ്ട്. അതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പാപത്തിൽ നിന്നുള്ള വിടുതലും ഡെലിവറൻസും ബ്ലെസ്സിങ്സും എല്ലാം കിട്ടുന്നതിൻ്റെ ആ നാണയത്തിൻ്റെ മറുവശത്ത് ദൈവത്തോടുള്ള സ്നേഹവും ഹൃദയ നൈർമല്യവും സഹോദരങ്ങളോടുള്ള അനുകമ്പയും വർദ്ധിക്കാൻ ദൈവം ഒരു പീരീഡ് വെച്ചിട്ടുണ്ട്. ആ ടൈം ഒരു കോൺക്രീറ്റ് സെറ്റാകുന്നത് പോലെയാണ്. നമ്മുടെ വീടിനൊക്കെ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ടത് സെറ്റാകും. എന്നാലും നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന ആ മുട്ടും തട്ടും ഒന്നും പൊളിച്ചു മാറ്റുകയില്ല. ഫോം വർക്ക് നമ്മൾ പൊളിച്ചു മാറ്റുകയില്ല. അത് 14 ദിവസം വെച്ചേക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? കാരണം അത് ഫുൾ സ്ട്രെങ്ത് കൈവരിക്കണം. ഈ 14 ദിവസം നമ്മൾ അധികമായി അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. സിമെന്റും സാൻഡും മെറ്റലും എല്ലാം കൂടെ ഒരു ഒറ്റ പദാർത്ഥമായി മാറത്തക്കവണ്ണം നമ്മളതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ബീഹാറിൽ ഒരു കോൺക്രീറ്റ് റോഡ് ഇട്ടിട്ട് അവർ പണിക്കാരെല്ലാം നന്നായിട്ട് ചെയ്തു, കോൺട്രാക്ടർ നന്നായിട്ട് ചെയ്തു. പക്ഷെ അവരൊരു മണ്ടത്തരം കാണിച്ചു. പണി കഴിഞ്ഞ അന്ന് തന്നെ അവരുടെ പണി സാധനവും പണിക്കാരെ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് പോയി. അവരൊരു കാര്യം പ്രതീക്ഷിച്ചില്ല, കള്ളന്മാർ വരുമെന്ന്. കോൺക്രീറ്റ് റോഡ് ആരെങ്കിലും മോഷ്ടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഒരുത്തൻ നോക്കിയപ്പോൾ കോൺക്രീറ്റ് ഫ്രഷായിട്ട് കിടക്കുന്നു. അവൻ അത് കുറച്ച് ചട്ടിയിൽ വാരിക്കൊണ്ട് അവൻ്റെ വീട്ടിലെ അടുക്കളയിൽ തിണ്ണിടാൻ കൊണ്ടുപോയി. അപ്പോൾ അയൽക്കാരെല്ലാവർക്കും ഇത് നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവൻ വന്ന് കുറേശ്ശെ എടുത്തുകൊണ്ട് പോയി. അവസാനം പിറ്റേ ദിവസം വന്നപ്പോൾ റോഡ് അവിടെ ഇല്ല. അപ്പോൾ ചാനലുകളിൽ വാർത്തയായി, പത്രങ്ങളിൽ വാർത്തയായി, റോഡ് മോഷണം പോയി. സാത്താൻ വരുന്നത് മോഷ്ടിപ്പാനും അറുക്കാനും മുടിക്കാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. അപ്പോൾ ആ കോൺക്രീറ്റ് സെറ്റിങ്ങിന് ഒരു ടൈമുണ്ട്. അവൻ്റെ മരണത്തോട് ഏകീഭവിച്ചവരാകാൻ നമുക്കൊരു ടൈമുണ്ട്. ഏകീഭവിച്ച് കഴിയുമ്പോൾ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിക്കും. പിന്നെ നമുക്ക് നാം ഇനി പാപത്തിനടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന്, അത് നമ്മുടെ പുറമേ കാണുന്ന ശരീരമല്ല, ജഡമനസ്സിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് നമുക്കപ്പോൾ മനസ്സിലാകും. പിന്നെ നമ്മൾ കർത്താവിൻ്റെ കൂടെ പോകുന്ന അനുസരിച്ച് പരിജ്ഞാനത്താൽ പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യൻ കണ്ടോ, അവൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, മറ്റവൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഞാൻ കുറയണം, അവൻ വളരണം. എന്നിലെ ഞാൻ കുറയും, എൻ്റെ ശബ്ദം കുറയും, അവൻ്റെ ശബ്ദം കേൾക്കും. ഭൂതഗ്രസ്തനോട് എന്ന് സംസാരിക്കുമ്പോൾ അവനല്ല സംസാരിക്കുന്നത്, അവനിലെ ഭൂതമാണ് സംസാരിക്കുന്നത്.
യേശുവിൽ വളർന്നവനോട് സംസാരിക്കുമ്പോൾ നമ്മളിലെ ഞാനല്ല സംസാരിക്കുന്നത്, നമ്മളല്ല സംസാരിക്കുന്നത്, യേശു സംസാരിക്കാൻ തുടങ്ങും. പൗലോസ് പറയുന്നു, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവോ? കണ്ടോ, ശുശ്രൂഷ തുടങ്ങുകയാണ്. പറവ കഴുകൻ ചിറക് വിരിച്ച് പറക്കുകയാണ്. താമര വിരിയുകയാണ്. ശലോമോനേക്കാൾ സൗന്ദര്യമുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനേക്കാളും ഫ്രീ മൈൻഡുള്ളവൻ, സന്തോഷവാനായവൻ, പറന്നു നടക്കുന്നവൻ, പാട്ടുപാടുന്നവൻ, മരച്ചില്ലകളിൽ നിന്ന് പാട്ടുപാടുന്നവൻ, പക്ഷിയെപ്പോലെ ഒരു വിശ്വാസി സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു, സൗന്ദര്യം പ്രാപിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. യേശുവിൽ വളരാൻ, പാപത്തെ ജയിക്കാൻ, കൂടെ നടക്കാൻ, പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്ന, നമ്മളെ നടത്തുന്ന, നമ്മളെ കൊണ്ടുപോകുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ, കൃപയും കൃപാവരങ്ങളും പ്രാപിപ്പാൻ സ്വർഗം അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ.